കേരളയാത്ര സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നതാണ്. നമുക്കറിയാം, കേരളത്തിനൊരു പൈതൃകമുണ്ടായിരുന്നു. നാം എല്ലാവരും മനുഷ്യരാണ്. മതങ്ങൾക്കതീതമായി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർന്ന് നിന്ന് സഞ്ചരിച്ചിരുന്ന സുന്ദരമായൊരു പൈതൃകം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു, നമ്മുടെ നാടിനുണ്ടായിരുന്നു. സർവമതങ്ങളെയും സർവ സംസ്കാരങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സുന്ദരമായ ചിത്രം രചിച്ചെടുത്ത ഗാഥ ഇന്നലകളില് ഈ രാജ്യത്തിനും ഈ മണ്ണിനും പറയാനുണ്ട്. പിന്നീട് പല ശുദ്ര വ്യക്തിത്വങ്ങളും ശുദ്ര ആശയങ്ങളും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ കൈരളിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ആ പൈതൃകത്തിന് കോട്ടം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർത്തുപോകുന്നു, ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സ്വാത്വികനായ വ്യക്തിത്വം നട്ടുച്ചക്ക് കത്തിജ്വലിക്കുന്ന വെയിലിലും കത്തിച്ചു വെച്ച റാന്തലുമായി തെരുവിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ടുനിന്നവർ റൂമിയോട് ചോദിക്കുന്നുണ്ട്, ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ ഇങ്ങനെ കത്തിച്ചു വെച്ച റാന്തലുമായി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? റൂമി നൽകിയ മറുപടിയുണ്ട്, അതെ, മനുഷ്യരെ തേടി എന്ന്. മനുഷ്യര് പറവകളെ പോലെ ആകാശവിഹായസില് പറന്നു നടക്കാനും മത്സ്യങ്ങളെ പോലെ സമുദ്രാന്തരങ്ങളിൽ നീന്തി തുടിക്കാനും മണ്ണിന്റെ മുകളിൽ മനുഷ്യത്വത്തോടെ ജീവിക്കാനുള്ള മനുഷ്യ നിരന്തരം വർത്തമാനകാലം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത അട്ടപ്പാടിയില് വിശപ്പ് സഹിക്കാനാകാതെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ മധു എന്ന് പറയുന്ന ആദിവാസി സഹോദരനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയതിന്റെ വേദന ഈ മലതിന്റെ മുമ്പ്, ആ മുറിവുണങ്ങുന്നതിന്റെ മുമ്പാണ് വാളയാറിലേക്ക്, നമ്മുടെ കൊച്ചു സാംസ്കാരിക കേരളത്തിലേക്ക് ഒത്തിരി പ്രതീക്ഷകളുമായി തന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ എല്ലാവിധ സഹായങ്ങളും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ വടിയെറിയാതെ ദേശമറിയാതെ എത്തിപ്പെട്ട ആ സഹോദരനെ പേപ്പട്ടിയെ കൊല്ലും പോലെ മലയാളി അടിച്ചു കൊന്നു എന്ന് ഈ അടുത്ത ദിവസങ്ങളിലാണ് പത്രങ്ങളിൽ നമ്മൾ വായിച്ചത്. മനുഷ്യന്റെ ആ സഹോദരന്റെ പോസ്റ്റ്മോർട്ടം നിർവഹിച്ച ഡോക്ടർമാർ പറയുന്നു, ആ സഹോദരന്റെ ചെറുവിരൽ തൊട്ട് തലയോട്ടി വരെയുള്ള അസ്ഥികളിൽ 40-ലേറെ ക്ഷതങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോ, ഓ പ്രിയപ്പെട്ടവരെ, പിടിക്കുന്ന കൊടിയുടെ നിറം നോക്കി, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ സ്വഭാവം നോക്കി, ജീവിതത്തിൽ ആശയമായി സ്വീകരിച്ച ആദർശങ്ങളുടെ സവിശേഷത നോക്കി, മനുഷ്യന്റെ ചോരയ്ക്ക് വിലയിടുന്ന, മനുഷ്യന്റെ ജീവന് വിലയിടുന്ന പുതിയ കാലത്ത് ആ സമൂഹത്തോട് മാനിഷാത പറയാൻ, അരുതെന്ന് പറയാൻ, നമ്മുടെ ശിരയിൽ ഓടുന്നത് ഒരേ ചോരയാണ് എന്ന് വിളിച്ചു പറയാൻ സാമൂഹിക പ്രതിപത്തിയുള്ള പണ്ഡിതരുടെ കർത്തവ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരളീയ സമൂഹത്തിന്റെ എല്ലാവിധ കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ കേരള യാത്രയുടെ പ്രമേയമായി മനുഷ്യനൊപ്പം എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നത്. മനുഷ്യന്റെ ഓരോ വിഭാഗങ്ങളോടും സ്ത്രീകൾ അവമതിക്കപ്പെടുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആർജവത്തിന്റെയൊക്കെ ആ മേലാപ്പുകളിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തലങ്ങളിൽ വിരാജിക്കുന്നവരാണ് സിനിമാ ലോകത്തെ അഭിനേത്രികളെന്ന് നാം ധരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് തിരശീലക്ക് പിന്നിൽ നിന്ന് വരുന്ന കഥനക്കഥകള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സിനിമാ മേഖലകളിൽ പോലും പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ആർജവമുള്ള സ്ത്രീകൾ പോലും നിസ്സംഗത നടിക്കേണ്ട, നിസ്സംഗത അനുഭവിക്കുന്ന രീതിയിൽ അവിടെ പീഡനങ്ങളും ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലുള്ള ലക്ഷ
ലക്ഷക്കണക്കിന് വരുന്ന തന്റെ അനുചരരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് നടത്തിയ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. അത് ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണമാണ്. അവിടെ വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഈ ദുൽഹിജ്ജ മാസം എത്രമേൽ പവിത്രമാണോ, ഈ അറഫ ദിവസം എത്രമേൽ മഹത്തരമാണോ, ഈ അറഫ മൈതാനം എത്രമേൽ ശ്രേഷ്ഠമാണോ അതുപോലെ ശ്രേഷ്ഠമാണ് ഓ മനുഷ്യരെ നിങ്ങളുടെ ജീവനും രക്തവും നിങ്ങളുടെ സമ്പത്തും അഭിമാനവുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശ്വപ്രവാചകന്റെ ആ ദർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തില് കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ കേരള യാത്രയിൽ സവിശേഷമായ മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് കേവലം എന്തെങ്കിലും ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള യാത്രയല്ല. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾക്ക് പോലും പരിമിതിയുണ്ടായ യമനിലെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധക്കേസ്, ആ കേസില് യമനിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തില് ആ സഹോദരിയെ തൂക്കിക്കൊല്ലുന്നതിന്റെ മണിക്കൂറുകൾക്കിടയില് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ആഗോള അംഗീകാരമുള്ള മലയാളി പണ്ഡിതന് ഇടപെട്ടുകൊണ്ട് ആ കേസിന്റെ നാൾ വഴികളില് അതിസന്തോഷകരമായ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചെടുക്കാൻ മഹാനായ കാന്തപുരം ഉസ്താദിന് സാധിച്ചു. ആ സമയത്ത് മീഡിയ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, ഈ സഹോദരിയുടെ കേസിൽ ഇടപെടാൻ നിങ്ങളുടെ പ്രചോദനം എന്താണ്? അതിന് ഉസ്താദ് നൽകിയൊരു മറുപടിയുണ്ട്. അതൊരു മനുഷ്യനാണ് എന്നതാണ്. ഒരു പെണ്ണാണ് എന്നോ പുരുഷനാണ് എന്നോ ഹിന്ദുവാണ് എന്നോ മുസൽമാനാണ് എന്നോ ക്രൈസ്തവനാണ് എന്നോ ആ വകതിരിവുകളൊന്നുമില്ലാതെ ഇതെല്ലാം മനുഷ്യരാണ് എന്ന ആ ഒരൊറ്റ പരിഗണനയിലാണ് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഇടപെട്ടത് എന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് കേരളീയ സമൂഹത്തിന്റെ മുമ്പില് മാലോകരുടെ മുമ്പില് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം എന്നത് ആർക്കും നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ഈ ഒരു പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്തും അതിന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘവും SSF-ഉം ഈ സംഘകുടുംബ ഇന്നലകളില് ഈ നാടിനു സമർപ്പിച്ച സേവനങ്ങൾ അത്രയൊന്നും ചെറുതല്ല. ഈ നാടിന്റെ സ്പന്ദനങ്ങളോടൊപ്പം നിൽക്കാൻ, ഈ നാടിന്റെ ആശയായി മാറാൻ, ഈ നാടിന്റെ പ്രതീക്ഷയായി മാറാൻ ഈ സംഘകുടുംബത്തിനും ഇതിന്റെ അമരക്കാരൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനും സാധിച്ചു എന്നത് നമ്മളൊക്കെ അനുഭവിച്ച സാക്ഷ്യമാണ്. നമുക്കറിയാം, ചൂരൽമലയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും ഒക്കെ പ്രകൃതി ദുരന്തങ്ങളില് ഒരൊറ്റ രാത്രിയില് ഊരും നാടും നഷ്ടപ്പെട്ട പാവങ്ങള് അവരുടെ മുന്നിലേക്ക് 10,000 രൂപയുടെ സഹായഹസ്തവുമായി ആദ്യം കടന്നു വന്ന ഒരു പണ്ഡിതനെ ഈ മലയാള മണ്ണിന് പരിചയമുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അമരത്ത് നിന്ന് നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തുമായിരുന്നു എന്നത് നമുക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ആതുരാലയങ്ങളിലേക്ക് കടന്നു ചെന്നാൽ സാന്ത്വനം വളണ്ടിയർമാര് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായി അവിടെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. കോവിഡ് കാലം നമ്മുടെ ആരോഗ്യ വകുപ്പ് പോലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പ്രയാസപ്പെട്ടപ്പോഴാണ് മഹാനായ ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് അധികാരികൾ ആവശ്യപ്പെടുന്നു 2 ഓക്സിജൻ പ്ലാന്റ് വേണമെന്ന്. കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ സംഘകുടുംബത്തിന്റെ പ്രവാസി സംഘടനയായ ICF-ന്റെ സഹകരണത്തോടുകൂടെ മഞ്ചേരിയിലും പെരിന്തൽമണ്ണയിലും ഓക്സിജൻ പ്ലാന്റ് ഈ സംഘടനയ്ക്ക് കീഴിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, സാംസ്കാരിക മുന്നേറ്റങ്ങളിലൂടെ, ആത്മീയവും വൈജ്ഞാനികവുമായ പ്രവർത്തനങ്ങളിലൂടെ ഈ സമൂഹത്തിന് നട്ടെല്ലു വെച്ച് പിടിപ്പിക്കാൻ മഹാനായ കാന്തപുരം ഉസ്താദും ഈ പ്രസ്ഥാനവും നിരന്തരം പ്രവർത്തന ഗോതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ ഉസ്താദ് നയിക്കുന്ന യാത്ര, കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ സപ്തഭാഷാ ഭൂമിയായ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. 9-ാം തീയതി നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരിടത്താണ് യാത്രാ സ്വീകരണമുള്ളത്. പാലക്കാട് ജില്ലയിലേക്ക്
9-ാം തീയതി ആ യാത്ര എത്തുമ്പോൾ ഒറ്റപ്പാലത്ത് ഐതിഹാസികമായ ആ യാത്രയെ അനുഭവിക്കാൻ ഉസ്താദിന്റെയും മഹാനായ ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെയും മൗലാന പേരോട് ഉസ്താദിന്റെയും ഒക്കെ ആരുറപ്പുള്ള ആശയങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചനുഭവിക്കാൻ ഈ നാട്ടിലെ സർവ്വ ജനങ്ങളെയും സ്നേഹത്തോടുകൂടെ ഈ വരുന്ന ജനുവരി 9-ാം തീയതി ഒറ്റപ്പാലത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഐതിഹാസികമായ യാത്രയുടെ സമാപ്തി അനന്തപുരിയില് പാൽക്കടലിന് സമാനമായ വിശ്വാസി സാഗരങ്ങളും ബഹുജനങ്ങളും അണിനിരക്കുന്ന പ്രൗഢമായ വേദിയില് സമാപനം കുറിക്കുമ്പോൾ നയന മനോഹരവോ കേരളീയ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ പറ്റുന്ന ഐതിഹാസികമായ ഈ യാത്രയുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുടെ സമാപന വേദി 16-ാം തീയതി അനന്തപുരിയിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രൗഢമായ വേദിയിലേക്കും നിങ്ങളുടെയൊക്കെ മഹനീയമായ സാന്നിധ്യവും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും ഉസ്താദിനൊപ്പം പ്രസ്ഥാനത്തിനൊപ്പം പ്രസ്ഥാനത്തിന്റെ പദ്ധതികൾക്കൊപ്പം ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.